വെൽക്കം ടു യുവർ ചാനൽ സുനിതാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ശർക്കര വട്ടയപ്പമാണ്. അപ്പോൾ നമ്മൾ സാധാരണ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കും. ശർക്കര ചേർത്തുള്ളൊരു വട്ടയപ്പം ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. തലേദിവസം രാത്രിയിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് കപ്പോ ഗ്ലാസ്സോ യൂസ് ചെയ്യാം. അതിലേക്ക് ഞാൻ നെകക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് പച്ചരി ഇവിടെ അരച്ച് റെഡിയായിട്ട് എടുത്തിട്ടുണ്ട്. ആ മാവിൽ നിന്ന് തന്നെ നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് മാവെടുത്ത് മാറ്റണം. അത് നമുക്ക് കപ്പി കാച്ചാനാണ്. അപ്പോൾ ഞങ്ങളിവിടെ കപ്പി കാച്ചുക എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് അതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ സിമ്മിലിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. തീ ഒട്ടും കൂട്ടിയിടരുത്, അത് അടിക്ക് പിടിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ ഇളക്കി കൊടുത്ത് നല്ലതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ടത് ആറിയതിന് ശേഷമാണ് നമ്മൾ ഈ പച്ചരിയിലേക്കിട്ട് അതിനെ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബാച്ച് പച്ചരി ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ആറിയ കപ്പി കാച്ചിയതും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം 1 കപ്പ് പച്ചരിക്ക് 3 ടേബിൾ സ്പൂണ് കപ്പി കാച്ചിയത് മതിയാവും. അതുപോലെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് തേങ്ങ. അപ്പോൾ ഞാൻ ഈ കാണിച്ച കപ്പിലാണ് ഞാൻ പച്ചരി എടുത്തത്. ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 4 ഏലക്ക. പിന്നെ ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാക്കിയതാണ് ചേർക്കുന്നത്. അപ്പം അത് ആവശ്യത്തിന് ശർക്കര എടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അത് പാനിയാക്കി എടുത്തതാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കണേ. ശർക്കര പാനി ചേർക്കുമ്പോൾ അത് മാവ് ഒത്തിരി ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് അരച്ചെടുക്കാൻ. മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് പുളിച്ചു പോകണ്ട. അപ്പോൾ അതിനൊരു പുളി കാണും അപ്പത്തിന്. അപ്പോൾ ഒത്തിരി പുളിക്കാണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ പാത്രത്തിലേക്ക് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. നമ്മുടെ പാത്രത്തിൽ വെള്ളമൊക്കെ ഇവിടെ റെഡിയായിട്ട് ചൂടായിട്ട് കിടപ്പുണ്ട്. നമുക്കതിലേക്ക് ഇനിയും അതിൻ്റെ മുകളിലേക്ക് ഇനിയും നമുക്കിത് പാത്രം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിനി ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കയറിയതിന് ശേഷം മാത്രം ചേർക്കുക. അല്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കുമ്പോൾ അടിയിലേക്ക് താന്നു പോകും. അപ്പം ജസ്റ്റ് ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് എന്താണോ ഇട്ട് കൊടുക്കേണ്ടത് അത് മുകളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ശർക്കര വട്ടയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരാം. ബൈ ബൈ.